Good afternoon, all of you. Okay, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സില്? എന്തൊക്കെ പഠിച്ചു നമ്മള്? എന്തൊക്കെ പഠിച്ചു ഷഹലേ? ഷഹലേ, പ്ലീസ് അൺമ്യൂട്ട് ഷഹൽ. അൺമ്യൂട്ട് ചെയ്തേ. നമ്മൾ എന്താ പഠിച്ചേ? അൺമ്യൂട്ട് ചെയ്തേ മോനെ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്തേ ഒന്ന്. എന്താ പഠിച്ചത് ഇഷാനി? ഇഷാനി, ഓക്കേ. എന്തൊക്കെ പഠിച്ചത് നമ്മള്? ആദ്യത്തെ അമ്മ, അമ്മയെ പോലെ മലയാളം. പിന്നെയോ ആകാശം. അമ്മയെ പറ്റിയാ പറഞ്ഞല്ലേ ആദ്യം? അതെ, നമുക്ക് അമ്മയാണ് ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ? അമ്മയാണ് നമുക്കെല്ലാം അല്ലേ? അതുകൊണ്ട് നമ്മൾ അമ്മയെ പറ്റിയാണ് ആദ്യം പഠിച്ചതല്ലേ? അമ്മയെ പോലെയാണ് മലയാളം എന്നും പഠിച്ചു അല്ലേ? മലയാളത്തിനെ പറ്റി പഠിച്ചു. അപ്പൊ അമ്മയെ പോലെ പ്രിയപ്പെട്ടതാണ് നമുക്ക് മലയാളവും അല്ലേ? പിന്നെന്താ നമ്മൾ പഠിച്ചേ? ആന കേറാമല ആകാശം അല്ലേ? ആകാശം എവിടെയാ? ഇങ്ങ് മുകളിലാണല്ലേ ആകാശം. അപ്പൊ നമുക്ക് അവിടെ കേറാൻ പറ്റില്ല അല്ലേ? ആനക്കും ആവൂല. അപ്പൊ ആന കേറാമല ആകാശം. ആകാശത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പൊ ആകാശത്തിലൂടെ വിമാനത്തിൽ നമുക്ക് പോകുമ്പോ അല്ലേ ഇങ്ങനെ പോകാം അല്ലേ? ആനക്കൊന്നും കേറാ. ആന വലിയ മൃഗാണല്ലേ? എന്നിട്ട് പോലും ആനക്കും പറ്റില്ല ആകാശത്തെത്താൻ അല്ലേ? അതാണ് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ? പിന്നെന്താ നമ്മൾ പഠിച്ചത്? വീടിനെ പറ്റി പഠിച്ചു അല്ലേ? എന്താ വീടിനെ പറ്റി പഠിച്ച പാട്ട്? എന്താ ആദിശ്രീ വീടിനെ പറ്റി പഠിച്ചത്? പ്ലീസ് അൺമ്യൂട്ട് ആദിശ്രീ. എന്തു നല്ല വീട് എന്റെ വീട്, തമിഴിലെ വീട് എന്റെ വീട്, അച്ഛനുണ്ട് വീട്ടിൽ വാപ്പയും ഞാനുമുണ്ട്. ഓക്കേ, ഗുഡ്, സൂപ്പർ. കേട്ടോ, നമ്മൾ എന്ത് വീടിനെ പറ്റി ഏത് പാട്ടാ പഠിച്ചത്? എന്തു നല്ല വീട് എന്റെ വീട്, ചന്തമുള്ള വീട് എന്റെ വീട്, അച്ഛനുണ്ട് വീട്ടിൽ അമ്മയുണ്ട്, പിന്നെ ആരാളുള്ളത്? ചേച്ചിയുണ്ട് വാവയുണ്ട് ഞാനുമുണ്ട്. നമ്മുടെ വീട് എങ്ങനെയാ? നല്ല വീടാണല്ലേ? നമ്മുടെ വീട് നല്ല വീടാണ്. നമുക്ക് അതിനോട് സ്നേഹം ഉണ്ടാവണല്ലേ നമ്മളെ വീടിനോട്? ഓക്കെ. പിന്നെയോ ചന്തമുള്ള വീട്, ഭംഗിയുള്ള വീടാണ്. പിന്നെയോ അച്ഛനുണ്ട്, അച്ഛനെയും അമ്മേനെയൊക്കെ ഒന്ന് നിങ്ങൾ വിചാരിച്ചു നോക്കിയേ. നിങ്ങളോട് എങ്ങനെയാ അവര് പെരുമാറുന്നല്ലേ? നല്ല സ്നേഹത്തിലാണല്ലേ? എല്ലാരും ഒന്ന് മനസ്സിലാക്കി ആലോചിച്ച് നോക്കിയ അച്ഛനെയും അമ്മേനെയും അല്ലേ? അവരാണ് നമുക്ക് എല്ലാം അല്ലേ? അതുകൊണ്ട് അച്ഛനും ഉണ്ട് വീട്ടിൽ, അമ്മയും ഉണ്ട്. പിന്നെ ചേച്ചി ഉണ്ട്. എല്ലാവർക്കും ഇപ്പൊ ചേച്ചി ഉണ്ടാവണമെന്നില്ല. അപ്പൊ ചില വീടുകളിൽ ചേച്ചി ഉണ്ടാവും, ഏട്ടനുണ്ടാവും, വാവയുണ്ടാവും അല്ലേ? ഓക്കെ, നിങ്ങളെല്ലാം വീട്ടില് വാവയാണോ ഉള്ളത്? അല്ല ചേട്ടനാണോ? ചേച്ചി ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളെ വീട്ടില് ചില
മക്കളെ വീട്ടിലെല്ലാം ഉണ്ടാവും അല്ലേ? ചേച്ചി ഉണ്ടാവും, ചേട്ടൻ ഉണ്ടാവും, ചിലപ്പോ വാവയായിരിക്കും ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, വാവയുണ്ട്, ഞാനുമുണ്ട്. ഈ പാടുന്ന ആളാ പറയുന്നത്. ആര്? ഞാൻ. അപ്പൊ നിങ്ങൾ ഓരോരാളെയാ പറഞ്ഞു ഞാനുമുണ്ട് അല്ലേ? അതെല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഓക്കെ, നമ്മളെ വീടിനെ പറ്റി നമ്മൾ പഠിച്ചു, നമ്മളെ അമ്മയെ പറ്റി പഠിച്ചു, നമ്മളെ മലയാളത്തിനെ പറ്റി പഠിച്ചു അല്ലേ? പിന്നെ എന്ത് പഠിച്ചു? ആനയെ പറ്റിയും പഠിച്ചു അല്ലേ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ? പിന്നെന്താ നമ്മൾ പഠിച്ച? ആരൊക്കെയുണ്ട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളർ ചെയ്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല കുട്ടികൾ കേട്ടോ. അപ്പൊ വീട്ടിലുള്ള ആളെ പറ്റിയൊക്കെ നിങ്ങളെ കളർ ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ കണ്ടു, സ്റ്റാർ തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ എന്താ അടുത്ത എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ചങ്ങാതി അല്ലേ? എന്താ ഉള്ളത്? ചങ്ങാതി. ചിത്രത്തിൽ ആരെയൊക്കെ കാണുന്നു? ചങ്ങാതി എന്ന് പറഞ്ഞ് കാണുന്നത് അല്ലേ? ആരാ ചങ്ങാതി? ചങ്ങാതി എന്ന് പറഞ്ഞ ആരാ? കൂട്ടുകാരനല്ലേ? നമ്മളെ കൂട്ടുകാരി, കൂട്ടുകാരനെയൊക്കെയാണ് പറയുക എന്ത്? ചങ്ങാതി, ഫ്രണ്ട് അല്ലേ? എന്താ പറയാ നമ്മളെ കൂട്ടുകാരാ? ചങ്ങാതി എന്ന് പറയൂ അല്ലേ? ഫ്രണ്ട് പറയും ഇംഗ്ലീഷ് പറയുമ്പോ അല്ലേ? അപ്പോ ചങ്ങാതി എന്നാണ് നമ്മുടെ ഇന്നത്തെ പഠിക്കാനുള്ളത്. അപ്പൊ ചങ്ങാതി എന്ന് പറഞ്ഞാൽ ആരാ? മനസ്സിലായ? ഓക്കെ, എല്ലാവർക്കും ചങ്ങാതി ഉണ്ടോ? എല്ലാവർക്കും ചങ്ങാതി ഉണ്ടല്ലേ? ആർക്കൊക്കെയാ ഉള്ളത്? കൈ പൊക്കിയ മിസ്സിന കാണിച്ചല്ലേ? ഓക്കെ, എല്ലാവർക്കും കൂട്ടുകാരുണ്ടല്ലേ? കൊറേ കൂട്ടുകാരുണ്ടോ എല്ലാവർക്കും? അതെ, എല്ലാവരും കൂടെ കളിക്കാറുണ്ടോ നിങ്ങള്? സ്കൂളിൽ വന്ന എല്ലാരും നല്ല കൂട്ടുകാരാവും അല്ലേ? നല്ല കൂട്ടുകാരാവും. എന്റെ വീടിന്റെ അടുത്തുണ്ടാവും നമുക്ക് ചങ്ങാതി അല്ലേ? ഓക്കെ, അപ്പൊ ചങ്ങാതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഫ്രണ്ട്, കൂട്ടുകാരൻ അല്ലേ? കൂട്ടുകാരൻ. ഓക്കെ, ചിത്രത്തിൽ എന്താ കാണുന്നത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ചിത്രത്തിൽ ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെയൊക്കെ കാണുന്നു ഷഹലേ? ആരെയൊക്കെ കാണുന്നു ഷഹലേ? എലി, സൗണ്ട് വരുന്നല്ലേ മക്കളെ? ഒരുപാട് ആരൊക്കെ നമ്മള് കാണുന്നേ ചിത്രത്തില്? ബുക്ക് കണ്ടോ എല്ലാവരും? ബുക്ക് നോക്കിയോ? ബുക്ക് ഇതാണ് ബുക്ക് അല്ലേ? നമ്മുടെ ബുക്കിൽ ഒരുപാട് ചങ്ങാതിമാരെ കാണുന്നുണ്ട്. ആരൊക്കെയാ? എലിയുണ്ട്, മാനുണ്ട്, കാക്കയുണ്ട് അല്ലേ? ഓക്കെ, എന്ത് കഥയാത്? ഇതില് ചങ്ങാതിമാരെ പറ്റിയാ പറയുന്നത് അല്ലേ? അപ്പൊ എന്താ അത് കഥ? പറഞ്ഞു തരാ. അപ്പൊ എന്ത് കഥയാത് നമുക്ക് നോക്കണ്ടേ? ഓക്കെ, അപ്പോ ആ ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നേ? എലിയെ കാണുന്നുണ്ട്, കാക്കയെ കാണുന്നുണ്ട്, പിന്നെ ആരാ? മാനിനെ കാണുന്നുണ്ട്, പിന്നെ ഒരു വേട്ടക്കാരനെ കാണുന്നുണ്ട് അല്ലേ? അപ്പോ ഒരു കാട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? എലിയും കാക്കയും മാനും ചങ്ങാതിമാരായി ജീവിക്കുകയാണ് അല്ലേ? ആരൊക്കെയാ? എലിയും കാക്കയും മാനും അല്ലേ? അപ്പോ അവരെന്ത് ചെയ്തു? അവരിങ്ങനെ ചങ്ങാതിമാരായി കളിച്ച് രസിച്ച് അങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു അല്ലേ? അപ്പോഴോ ഒരു ദിവസം ഒരു വേടൻ എന്ത് ചെയ്തു? വെച്ചിരുന്ന കെണിയിൽ ആര് വീണു? മാൻ കെണിയിൽ പെട്ടുപോയി അല്ലേ? ഓക്കെ, എന്താ കാണുന്നത്? മാൻ വേടൻ വെച്ച വേടനാരാ? അതിനെയൊക്കെ അമ്പെയ്ത് കൊല്ലുന്ന ആളല്ലേ? അപ്പൊ ആ വേടൻ വെച്ച കെണിയിൽ ആരകപ്പെട്ടു? മാനകപ്പെട്ടു അല്ലേ? അപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ് കെണിയിൽ അകപ്പെടുന്നത്, നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? അവരെ രക്ഷിക്കാൻ നോക്കൂ അല്ലേ? ഓക്കെ, അവരെ നമ്മൾ ഇങ്ങനെ രക്ഷിക്കണം അല്ലേ? നമ്മളെ ഫ്രണ്ട് അല്ലേ അല്ലേ? അപ്പൊ ഫ്രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? രക്ഷിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്തു?
കാക്കയും മാനും ഇങ്ങനെ അല്ല കാക്കയും അടുത്താരാ എലിയും ആലോചിച്ചു എങ്ങനെ അവനെ രക്ഷിക്കാം. അപ്പൊ കാക്ക എന്താ ചെയ്യുന്നത്? അടുത്ത ലൈനിൽ എന്താ, അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നത്? കാക്ക ഇങ്ങനെ കൊത്തി പറക്കുന്നുണ്ട് അല്ലേ? ആരെ? പറന്ന് പോവാണ്. പറന്ന് പോയിട്ട് എന്ത് ചെയ്തു? എലി എന്ത് ചെയ്യും? വല കടിച്ചു മുറിക്കും അല്ലേ? വലയിലല്ലേ അകപ്പെട്ടിട്ടുള്ളത്, കെണിയിൽ പെട്ടിട്ടുണ്ട്. ആ വല ഇവിടെ കാണുന്നുണ്ടല്ലേ? അപ്പൊ അത് കടിച്ചു മുറിച്ച് എന്ത് ചെയ്തു? പാവം മാനിനെ രക്ഷപ്പെടുത്തിയല്ലേ? നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ രക്ഷപ്പെടുത്തണം അല്ലേ? അപ്പൊ അതിനു വേണ്ടി നമ്മളെ കൂട്ടുകാരനെ ഒരു കെണിയിൽ അകപ്പെട്ട എന്ത് ചെയ്യണം? നമ്മള് രക്ഷപ്പെടുത്തണല്ലേ നമുക്ക്? അതിനു വേണ്ടി അതുപോലെ അവരെന്ത് ചെയ്തു? മറ്റു സുഹൃത്തുക്കൾ എന്ത് ചെയ്തു? മാനിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? മാൻ രക്ഷപ്പെട്ടു. അപ്പൊ എന്താ ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം? ചങ്ങാതി എന്താ പഠിക്കുന്നത്? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അല്ലേ? നമ്മളെ സുഹൃത്തുക്കൾ നന്നായ നമുക്ക് എന്ത് വേണ്ട? കണ്ണാടി വേണ്ട അല്ലെ? എത്ര പോലും, അതായത് മുഖം അതിൽ കാണാൻ പറ്റുന്ന അർത്ഥം. നമ്മളെ കണ്ണാടി നമ്മളെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ മുഖം കാണാൻ പറ്റുമല്ലേ? നമ്മളെ സൗന്ദര്യം നോക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കണ്ണാടി അല്ലേ? അതുപോലെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായ നമുക്ക് എന്താണ്? നമുക്ക് രക്ഷപ്പെടാനായില്ലേ? നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം നമുക്കല്ലേ? അപ്പൊ ഇതിലെന്താ പറയുന്നത്? ചങ്ങാതി എന്നുള്ള ഇതിലെന്താ പറയുന്നത്? നല്ല ചങ്ങാതികളെ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ചങ്ങാതി നന്നായാൽ എല്ലാവരും പറഞ്ഞു നോക്കിയേ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. എല്ലാവർക്കും ചങ്ങാതിമാരുണ്ടല്ലേ? മക്കൾക്കെല്ലാം ചങ്ങാതിമാരില്ലേ? അപ്പൊ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു പാഠം നമ്മൾ ഇന്ന് പഠിച്ചു അല്ലേ? നല്ല ചങ്ങാതിമാരുണ്ടാവണം നമുക്കല്ലേ? നമ്മളെ ഏത് വിഷമാവസ്ഥയിൽ നിന്നും അവരെന്ത് ചെയ്യും? നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും അല്ലേ? അല്ലേ അൻവിത? അൻവിത എങ്ങോട്ടാ ശ്രദ്ധിക്കുന്ന അൻവിത? ലിസൺ ഹിയർ അൻവിത. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത് ഇന്ന്? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അല്ലേ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അല്ലേ? അപ്പൊ നമുക്ക് ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ഏത് കഥയാണ് നമ്മളിപ്പോ പഠിച്ചത്? ഒരു ദിവസം ഒരു കാട്ടിൽ ഒരു കാട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എലിയും മാനും കാക്കയും ഉണ്ടായിരുന്നു. അവര് നല്ല കളിച്ചുല്ലസിച്ച് ജീവിക്കായിരുന്നു അല്ലെ? അങ്ങനെ ഇരിക്കും ഒരു ദിവസം എന്ത് ചെയ്തു? ഒരു വേടൻ ഒരു കെണി വെച്ചതിൽ ആരകപ്പെട്ടു? സുഹൃത്തായ മാൻ അകപ്പെട്ടു അല്ലെ? അപ്പൊ മാനിനെ എങ്ങനെ രക്ഷിക്കണം എന്ന് തോന്നി? സുഹൃത്തുക്കളായ കാക്കയ്ക്കും എലിക്കും തോന്നിയല്ലേ? അപ്പൊ അവര് കാക്ക എന്ത് ചെയ്തു? എലിയേം കൊത്തി ആ കെണിയിൽ അകപ്പെട്ട സ്ഥലത്തേക്ക് പോയി. അവിടുന്ന് എന്ത് ചെയ്തു? എലി അത് കടിച്ചു മുറിക്കുമല്ലേ വല? അപ്പൊ അങ്ങനെ കെണി കടിച്ചു മുറിച്ച് എന്ത് ചെയ്തു? എലി തന്റെ സുഹൃത്തിനെ രക്ഷിച്ചു അല്ലേ? അതാണ് ആ കഥ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇതിന് എന്ത് പാഠം നമുക്ക് കിട്ടിയത്? ഇതിലടങ്ങിയിരിക്കുന്ന ഗുണപാഠം എന്താ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അല്ലേ? എല്ലാരും പറഞ്ഞു നോക്കിയത്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ചങ്ങാതിമാരുണ്ടല്ലോ അല്ലേ? അവരാരൊക്കെയാന്നെല്ലാം നിങ്ങൾക്കറിയാലോ. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു കഥ പഠിച്ചു അല്ലേ? എന്താ കഥ? എന്താണ്? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഓക്കെ. ഒരു കാട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മാനും കാക്കയും എലിയും നല്ല സുഹൃത്തുക്കളായി ജീവിക്കായിരുന്നു അല്ലേ? അങ്ങനെ ഒരു ദിവസം ഒരു വേടൻ വെച്ച കെണിയിൽ ആര് അകപ്പെട്ടു? മാൻ അകപ്പെട്ടു അല്ലേ?
അപ്പോ മാനിനെ രക്ഷപ്പെടുത്തണമെന്ന് സുഹൃത്തുക്കളായ കാക്കയ്ക്കും എലിക്കും തോന്നി അല്ലേ? അങ്ങനെ കാക്ക എലിയെ മുറിച്ചോണ്ട് പറന്ന് അവിടെ. അപ്പോ എലി പല കടിച്ചു മുറിച്ച് എലിയിൽ നിന്നും ആര് രക്ഷപ്പെടുത്തി? മാനിനെ രക്ഷപ്പെടുത്തി അല്ലേ? അപ്പൊ അങ്ങനെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായ നമുക്ക് ഏത് പ്രതിസന്ധികളും നമ്മളെ സഹായിക്കും അല്ലേ അവര്? ഓക്കേ. അപ്പൊ എല്ലാവർക്കും ചങ്ങാതി ഉണ്ടാവും അല്ലേ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ഗുണപാഠം കൂടി നമ്മൾ ഇതിൽ പഠിച്ചു അല്ലേ? ഇന്ന് എല്ലാവർക്കും മനസ്സിലായോ? കൈ കാണിച്ച് മനസ്സിലായെങ്കിലേ ഷഹൽ, തേജോ, ഓക്കേ, എല്ലാം മനസ്സിലായി അല്ലേ? നല്ല ഓക്കേ. ഫാത്തിമക്ക് മനസ്സിലായി. അൻവിത മനസ്സിലായോ? മനസ്സിലായോ? തേജോക്ക് മനസ്സിലായല്ലേ? തേജോ, ഓക്കേ. അൻവിതക്ക് മനസ്സിലായോ? ഫാത്തിമ മെഹറിന് മനസ്സിലായ? ഷാനി, ഷിഫാനക്ക് മനസ്സിലായി. മുഹമ്മദ് റഫാന് മനസ്സിലായി അല്ലേ? റഫാനെ, ഷാഹലിന് മനസ്സിലായി. ഫാത്തിമ സിദ്ദീഖിന് മനസ്സിലായി. നിതാഷ മനസ്സിലായോടാ? ഓക്കേ. ലുബാബക്ക് മനസ്സിലായോ? ഓക്കേ. ആദിശ്രീ, എന്താ അവിടെ പണി? മനസ്സിലായോടാ? ഏബലിന് മനസ്സിലായോ? ഏബൽ, ഉമർ ജാഫർ, പ്ലീസ് വീഡിയോ ഓൺ ചെയ്തേ മോനെ. ഉമറേ, ഓക്കേ. അപ്പൊ എന്താ നമ്മൾ ഇന്ന് പഠിച്ചേ? ഹെയ്ജോ, പ്ലീസ് അൺമ്യൂട്ട് ഹെയ്ജോ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അല്ലേ? അപ്പൊ നല്ല ചങ്ങാതി ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണ്ട? കണ്ണാടി വേണ്ടല്ലേ? നല്ല ചങ്ങാതികൾ ഉണ്ടെങ്കിൽ നമ്മളെ അവര് ഹെൽപ്പ് ചെയ്യും അല്ലേ? ഓക്കേ, ഗുഡ്. അപ്പൊ നമ്മളത് പഠിച്ചു അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരള നാട് എന്ന് പറഞ്ഞൊരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേ? കേരള നാട് എന്ന് പറഞ്ഞ നഴ്സറി ഗാനം നമ്മൾ പഠിച്ചു അല്ലേ? ആരാ അത് പാടുന്നേ ഇന്ന് ഫസ്റ്റ്? എന്താണ് ഷാനി? ഇന്ന് ആരാ അത് പാടുന്നേന്ന് കൈവക്കിയേ? ഹെയ്ജോ പാടുന്നു. ഹെയ്ജോ, ആ പാടിയേ. ഈയുടെ ഈ പാട്ട് അവിടെ നല്ല പാട്ട്. ഓക്കെ. നല്ല പാട്ട്, സൂപ്പർ കേട്ടാ. നമ്മളൊരു കേരളനാട് പാട്ട് പഠിച്ചില്ലേ? ഇത് പഠിച്ചോ? കേരളനാട് നമ്മൾ പഠിച്ചില്ലേ? കേരളം എന്നുടെ നാടാണ് എന്നുള്ള പാട്ട് ആരാ പഠിച്ചേ? കേരളം എന്നുടെ നാടാണ്. ആരാ പഠിച്ചേ? ഓക്കെ, ഇഷാനി പഠിച്ചോളൂ. ഇഷാനി പാടിയ. ഇഷാനി, കേരള നാടാണ്, കേരം തിങ്ങിയ നാടാണ്, കേളിയെടുത്തൊരു നാടാണ്, കേവഞ്ചികളുടെ നാടാണ്, ആനും മയിലും ചാഞ്ചാടും മലമേടുകളുടെ നാടാണ്, കാടും മേളിക്കുന്നൊരു നാടാണ്. ആദിശ്രീ, പ്ലീസ് അൺമ്യൂട്ട്. പാടിക്കോ.
മലയുടെ നാടാണ്. കാട്ടാറും കേളിക്കുന്നൊരു നാടാണ്. ഓക്കേ, ഗുഡ്. ഇനി ആരാ പാടുന്നേ? കൈപൊക്കിയ മിസ് ആരാ പാടുന്നേല്? ഓക്കെ, ലുബാബ. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട് ലുബാബ. ലുബാബ സ്റ്റാർട്ട് ചെയ്തോ? എന്നയുടെ നാടാണ് കേരം തിന്നിയുടെ നാടാണ്. നാടാണ് കേരം തിന്നിയുടെ നാടാണ്. പാനും മേലും ചാഞ്ചാട് ളുടെ നാടാണ്. കാടും മലയും കാട്ടാറും കേളിക്കുന്നൊരു നാടാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, സൂപ്പർ. നെക്സ്റ്റ് ആരാ പാടുന്നേ? ഫാത്തിമയാണോ? ഓക്കെ, ഫാത്തിമ സ്റ്റാർട്ട് ചെയ്തോ. ഫാത്തിമ മെഹറിൻ. കേരളം എന്നയുടെ നാടാണ് കേരം തിന്നിയ നാടാണ്. കേഴുന്നൊരു നാടാണ്. വഞ്ചികളുടെ നാടാണ്. നെക്സ്റ്റ് ഇനി മാനും മയിലും ചാച്ചാടും മലമേലയുടെ നാടാണ്. കാടും മലയും മലയും കാട്ടാറും മേളിക്കുന്നൊരു നാടാണ്. ഓക്കെ, ഗുഡ്, സൂപ്പർ. ഇനി ആരാ പാടുന്നേ? ഏജിയാണോ? ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തോ മോൻ. പഠിക്കും. ടീച്ചറെ ഹെയില് പഠിച്ചിട്ടില്ല. പഠിക്കുന്നത്ര അല്ലേ? അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കണേ. നെക്സ്റ്റ് ഫാത്തിമ സിദ്ദീഖ്. ഫാത്തിമ സിദ്ദീഖ്, പ്ലീസ് അൺമ്യൂട്ട്. അറിയോ മോക്കെ? കേരളം എന്നയുടെ നാടാണ് കേരം തിന്നിയ നാടാണ്. ഒരു നാടാണ് കേരം വഞ്ചികളുടെ നാടാണ്. വഞ്ചികളുടെ നാടാണ്. മാനും മയിലും ചാഞ്ചാടും. കുട്ടി, നിന്റെ കുടുത്തക്കേട് ഞാൻ കാണുന്നുണ്ടേ. മാനും മയിലും ചാഞ്ചാടും മലമേടുകളുടെ നാടാണ്. കാടും മലയും കാട്ടാറും മേളിക്കുന്നൊരു നാടാണ്. ഇനി ആരാ പറഞ്ഞ? ഏബൽസിൻഡോ പാടുന്ന മോനെ? ഏബൽസിൻഡോ പാടുന്നുണ്ടോ മോൻ? ഏബൽ കേൾക്കുന്നില്ലേ? നിഡാഷ പാടുന്നുണ്ടോ?
കേരം തിങ്ങിയ നാടാണ്. കേളിയെഴുന്നൊരു നാടാണ്. നാടാണ്. മാനും മയിലും ചാഞ്ചാടും കാടും മലയും കാട്ടാടും മേളിക്കുന്നൊരു നാടാണ്. റഫാൻ റഫാൻ പാടിക്കോ. പ്ലീസ് അൺമ്യൂട്ട് റഫാൻ. മുഹമ്മദ് റഫാൻ. കേളിയിടുന്നൊരു നാടാണ്. കേവഞ്ചികളുടെ നാടാണ്. മാനും മയിലും ചാഞ്ചാടും. മാനും മയിലും ചാഞ്ചാടും. ചാഞ്ചാടും മലമേടുകളുടെ നാടാണ്. കാടും മലയും കാട്ടാറും. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേന്ന്? അൻവിത പാടുന്നോ? അൻവിത കുട്ടി പാടാനറിയോ? അൺമ്യൂട്ട് ചെയ്ത് പാടിയേ. ഓക്കെ, അൺമ്യൂട്ട് തന്നെ പാടിക്കോ. കേരം ചിന്നുടെ നാടാണ്. കേരം ചിന്നുടെ നാടാണ്. കേവഞ്ചികളുടെ നാടാണ്. മാനും മയിലും ചാഞ്ചാടും. മയിലും ചാഞ്ചാടും. മലമേടുകളുടെ നാടാണ്. മലയും കാട്ടാറും കേളിക്കുന്നൊരു നാടാണ്. ഒരുപാട് പൊട്ടൊക്കെ വെച്ച് സുന്ദരിയായിട്ടുണ്ട് അല്ലേ? ഷഹല് പാടുന്നോ? ഷഹല് എവിടെ പോയി? ഷഹല് പോയോ? അപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാരും കൂടെ ശ്രദ്ധിച്ചേ, വായിച്ചോ എല്ലാവരും. ശരി, അല്ലേ? നെക്സ്റ്റ് ഏതാ? ഏതക്ഷര? നെക്സ്റ്റ് എല്ലാരും പഠിച്ചിട്ടുണ്ടല്ലേ എല്ലാം? ഓക്കെ, ഗുഡ്. കഴിഞ്ഞ ക്ലാസ്സിലല്ലേ അക്ഷരദീപം ബുക്കില് ഫസ്റ്റ് വരയിട്ടത് എഴുതി കഴിഞ്ഞു അല്ലേ? അപ്പൊ നെക്സ്റ്റ് പേജ് ഇന്ന് എഴുതി ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് പേജ് ഇത് കേട്ടോ. ഇതെന്താണ്? വര പഠിച്ചു. ലാസ്റ്റ് ഇവിടെ റായുണ്ട്. ഇത് ആദ്യം എഴുതിയതിനു ശേഷം ഇത് എഴുതണം കേട്ടോ. എന്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം എല്ലാവരും. ഓക്കെ, ഗുഡ്.
സമയം കഴിയാറായി. എല്ലാവരും നല്ല മക്കളായിരിക്കണേ. ഓ ടാറ്റാ. ഉറങ്ങിക്കോട്ടാ. ചോറൊക്കെ കഴിച്ചല്ലേ? എല്ലാവരും കിടന്നുറങ്ങിക്കേ കുറച്ച് സമയം. ഓക്കെ ബൈ. 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 താങ്ക് യു. വെൽക്കം.